പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മളുടെ ഈ തീർത്ഥയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. 13ാം ദിവസം ലോകാരൂപിയിൽ നിന്ന് മോചിതരാകാനുള്ള നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമമായിരുന്നു കഴിഞ്ഞ 12 ദിവസങ്ങളിൽ. ഇനി നമ്മിലേക്ക് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ നാം കടന്നു വരികയുമാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം തേടിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ.
പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങൾ. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡീകനാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 12 ദിവസം ലോകാരൂപിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു നാം. ലോകാരൂപിയുടെ പിടിയിലായിരിക്കുമ്പോൾ ആത്മീയമായി നമുക്ക് വളരാനാവില്ല. ഒരു പടി പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ തീർത്ഥാടനം അസാധ്യമായി തീരും. പരിശുദ്ധ അമ്മയെ മുൻനിർത്തിക്കൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ സ്വർഗീയമായൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ, യേശുക്രിസ്തുവിൽ എത്തിച്ചേരാനുള്ള നമ്മുടെ യാത്ര, ലോകത്തോടുള്ള നമ്മളുടെ ഈ ബന്ധനങ്ങളിൽ നിന്നുമുള്ള വിടുതൽ ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യമായി. തുടർന്ന് 2-ാം ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദിവസം. ഇവിടെ നമ്മിലേക്കു തന്നെ നാം കണ്ണുകൾ തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നാം നമ്മെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വചനത്തിന്റെ പശ്ചാത്തലത്തിൽ നാം എത്രമാത്രം ബലഹീനരാണ്, ദുർഭകരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ദയനീയമായ അവസ്ഥയുടെ ചിത്രം വിശുദ്ധ പൗലോസ് നൊമ്പരത്തോടെ ഉരുവിടുന്നതാണ്, അവതരിപ്പിക്കുന്നതാണ്. 7-ാം അധ്യായത്തിൽ നിന്ന്, റോമാക്കാർക്ക് ലേഖനം 7-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചു കേട്ടത്. പൗലോസ് ആരാണ്? പൗലോസ് യേശുക്രിസ്തുവിനെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. ഉദ്ധിതനായ യേശുവിൻ്റെ
സ്പർശനമേൽക്കാൻ അവസരം ലഭിച്ച പൗലോസ്, വിജാതിയുടെ അപ്പോസ്തലനായ പൗലോസ്, അവസാനം രക്തസാക്ഷിയായി തീർന്ന പൗലോസ്, ഈ പൗലോസിന്റെ ഒരു വിലാപമാണ്, ഒരു നൊമ്പരമാണ് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. വല്ലാത്ത ഒരു ദുർഭഗാവസ്ഥയിലാണ്, പാപഫലമായി നാം എത്തിച്ചേരുന്ന ഒരു ദുർഭഗാവസ്ഥ. നാം ഇത് പൂർണ്ണമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പാപം നമ്മെ എത്രമാത്രം ദയനീയമായ അവസ്ഥയിൽ എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദി മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്ന ആ ഒരു മഹത്വം, ആ ഒരു തേജസ്, ആ ഒരു നിറവ്, ആ ഒരു ദൈവബന്ധം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 3 തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ മനുഷ്യൻ അനുഭവിച്ചിരുന്നു. ഒന്നാമതായി തൻ്റെ സൃഷ്ടാവിനോടുള്ള സ്നേഹബന്ധത്തിലായിരുന്നു മനുഷ്യൻ. തൻ്റെ സൃഷ്ടാവിനോടുള്ള സ്നേഹബന്ധത്തിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വചനം, ദൈവം ഉലാത്തുന്ന ഏദൻ തോട്ടം തന്നെ മനുഷ്യന്റെ വാസസ്ഥലമായി തീർന്നു. ദൈവം ഉലാത്തുന്ന ഇടത്ത് വസിക്കാനുള്ള ഭാഗ്യം, പാപത്തിനു മുമ്പ് മനുഷ്യനുണ്ടായിരുന്ന അവസ്ഥയാണത്. ദൈവ മനുഷ്യ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ആഴം ഇത് വ്യക്തമാക്കുന്നു. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണുതാൻ, നാം ദൈവമക്കളാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പ്രഘോഷിക്കുകയാണ്. അത് വലിയ ഒരു സൗഭാഗ്യമാണ്. ദൈവവുമായിട്ടുള്ള ഐക്യം നിലനിന്നു. ദൈവം പാർക്കുന്ന ഇടമാണ് വാസസ്ഥലമായി ആദ്യ മനുഷ്യന് ലഭിച്ചത്. നാം പരിശോധിക്കേണ്ടത് അതാണ്. ആ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു പരിശ്രമത്തിലാണ്. രണ്ടാമതായി മനുഷ്യനിൽ തന്നെ ഒരു സന്തുലിതാവസ്ഥ നിലനിന്നിരുന്നു. തന്നോട് തന്നെ പലപ്പോഴും പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മോട് തന്നെ ഒരു പൊരുത്തമില്ല. നമുക്ക് ഒരു യഥാർത്ഥമായ ഒരു ആന്തരികമായ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ആ ഒരു ദുരാശയ്ക്കുമൊന്നും അവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല. ബുദ്ധിക്ക് നിരക്കാത്ത അഹങ്കാരത്തിന് അടിമയായിരുന്നില്ല. ഈ ത്രിവിധ ദുരാശകളിൽ നിന്നും ത്രിവിധ ബന്ധനങ്ങളിൽ നിന്നും മോചിതമായ ഒരവസ്ഥയായിരുന്നു. ഈ പാപാസക്തികളിൽ നിന്നും വിടുതൽ നേടിയവരായിരുന്നു. അപ്പൊ നിവേശിതമായ ജ്ഞാനം, ഈ ത്രിവിധ പാപവാസനകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, വേദനയോ മരണമോ ഇല്ലാത്ത ഒരവസ്ഥ. നമുക്ക് ദുഃഖം പകരുന്ന, നിരാശ പകരുന്ന ഒരനുഭവം ഉണ്ടായിരുന്നില്ല. ദൈവത്തോടൊപ്പം ആനന്ദം പങ്കുവെക്കുന്ന, സ്നേഹം പങ്കുവെക്കുന്ന, ആ സ്നേഹം ആഘോഷിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്ന്. പതനത്തിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥ, വേദനയോ രോഗമോ ശാരീരികമായ ആ ഒരു മരണമോ ഒന്നുമില്ലാത്ത ആ ഒരവസ്ഥ. മൂന്നാമതായി ചുറ്റുമുള്ള ഇതര വ്യക്തികളോടും വസ്തുക്കളോടും ഈ പ്രകൃതിയോട് തന്നെയുള്ള ബന്ധം. തീർച്ചയായും മനുഷ്യൻ പൂർണ്ണനായിരുന്നത് ജീവിത പങ്കാളിയോട് ചേർന്നാണ്. അവിടെ ആ സന്തോഷം പൂർണ്ണമായിരുന്നത് ആ ഒരു ബന്ധത്തിലാണ്. അതോടൊപ്പം പ്രകൃതിയോട് തന്നെയുള്ള ഒരു ബന്ധം. ഇന്നിപ്പോ നാം അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം പ്രകൃതിയെ നാം ഭയപ്പെടാനിടയായി.
പ്രകൃതി മറുതലിക്കുന്നു, വിരുദ്ധമായി പ്രവർത്തിക്കാനിടയായിത്തീരുന്നു. അത് എങ്ങനെയാണത് കടന്നു വന്നത്? യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയാണ് സൃഷ്ടവസ്തുക്കൾക്കെല്ലാം പേരിട്ടത് എന്ന് വായിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് മനുഷ്യർക്ക് ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സമാനമായ ശക്തിയും നൽകി. തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ച് ഭീതി ഉളവാക്കി. അപ്പോൾ ഇവിടെ മനുഷ്യന്റെ ശക്തി, മനുഷ്യന് വിധേയപ്പെട്ടുകൊണ്ടാണ് ഈ സൃഷ്ടവസ്തുക്കളെല്ലാം, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് വിധേയപ്പെട്ടിരുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വചനം. അപ്പോൾ പാപം വഴിയായി ഉണ്ടായിരിക്കുന്ന പാപത്തിന്റെ പരിണത ഫലം മനസ്സിലാക്കാൻ ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത്. പാപത്തിന് മുമ്പ് നിലനിന്നിരുന്ന ആ ഒരു മഹത്വം. അപ്പോൾ ഇവിടെ ദൈവനിഷേധവും ദൈവത്തോടുള്ള മനുഷ്യന്റെ എതിർപ്പുമാണ് യഥാർത്ഥത്തിൽ പാപത്തിലൂടെ പ്രകടമായത്. ഇത് വെറും ഒരു അനുസരണക്കേട് മാത്രമായി നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. ദൈവത്തോടുള്ള അനുസരണക്കേട് എന്നുള്ളതിനുപരിയായി സൃഷ്ടാവിന്റെ സ്ഥാനത്ത് മനുഷ്യൻ തന്നെ തന്നെ പ്രതിഷ്ഠിച്ചു. പിന്നീട് സാവകാശം എന്താണ്? നാളിതുവരെയുള്ള ആ ഒരു യാത്രയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എല്ലാം തകിടം മറിഞ്ഞു. സൃഷ്ടാവിന്റെ സ്ഥാനത്ത് സൃഷ്ട വസ്തുക്കളെ പ്രതിഷ്ഠിക്കാൻ, തന്നെ മാത്രമല്ല സൃഷ്ട വസ്തുക്കളെ പ്രതിഷ്ഠിക്കാൻ തയ്യാറായി. ഇപ്പോൾ ദൈവത്തെ പുറന്തള്ളിക്കൊണ്ട് മനുഷ്യൻ സ്വയം തന്റെ മേലും പ്രപഞ്ചത്തിന്റെ മേലും അധികാരം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതാണ് പാപം. അതിന്റെ പരിണത ഫലമാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. തന്നോട് തന്നെയും സഹചരോടും സൃഷ്ടപ്രപഞ്ചത്തോടും അവനുണ്ടായിരുന്ന ആരോഗ്യകരമായ ബന്ധം അതിലൂടെ തകർന്നു. ദൈവത്തോടുള്ള ബന്ധം, തന്നോട് തന്നെയുള്ള ബന്ധം, സഹചരോടുള്ള ബന്ധം, സൃഷ്ടപ്രപഞ്ചത്തോടുള്ള ആ ഒരു ബന്ധം തകരാനിടയായി തീർന്നു. ആദ്യ പാപത്തിന് ശേഷം ഈ ലോകത്തിൽ എത്രമാത്രം അപകടങ്ങളുണ്ടായി, എത്രമാത്രം ദുരന്തങ്ങൾ ഉണ്ടായി. പാപത്തിന്റെ പിടിയിലമർന്നു. കായേൻ സ്വസഹോദരനെ വധിച്ചു. സഹോദര ഹത്യ മുതൽ മനുഷ്യവംശം പാപത്തിന്റെ ജീർണതയിൽ അകപ്പെട്ടുപോയതിന്റെ ചരിത്രമാണ് ഇസ്രായേലിന്റെ ചരിത്രം എന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പാപം തുടരെ തലപൊക്കി. ദൈവത്തോടുള്ള അവിശ്വസ്തത പ്രകടമായി. ഉടമ്പടി ലംഘനമുണ്ടായി. മോശയുടെ നിയമങ്ങൾ, ദൈവം നൽകിയ മോശയുടെ നിയമങ്ങൾ നിരന്തരം ലംഘിക്കപ്പെട്ടു. അതിനുശേഷം രാജാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് വരുമ്പോഴും എല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ രക്ഷ യഥാർത്ഥത്തിൽ പകർന്നു കൊടുത്തു. നമുക്ക് ലോകത്തിന് രക്ഷ പകർന്നു തന്നു. പക്ഷേ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരിലും പാപം തലപൊക്കാനിടയായി തീർന്നു. പാപത്തോടുള്ള ആദി പാപം വഴിയായി ഉണ്ടായ, ദൈവനിഷേധം വഴിയായി ഉണ്ടായ, ദൈവത്തെ വെല്ലുവിളിച്ചത് വഴിയായി ഉണ്ടായ ആ പാപത്തിന്റെ പരിണത ഫലം മനുഷ്യനിൽ അവശേഷിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള മനുഷ്യപ്രകൃതി അധപ്പതിച്ച മനുഷ്യപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാനിടയായി.
ദൈവത്തിന്റെ ശക്തിക്ക് സദൃശമായി ശക്തി ഉണ്ടായിരുന്നവൻ ബലഹീനതയുടെ പര്യായമായി തീർന്നു. മനുഷ്യൻ ബലഹീനനായി തീർന്നു. മാമോദീസായിൽ മനുഷ്യന്റെ പാപം നീക്കപ്പെട്ടാലും പാപത്തിലേക്കുള്ള ചായ്വ് അതിശക്തമായി നിലനിന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതം ഒരു പോരാട്ടമായി മാറി, യുദ്ധം. ദിസ് ഈസ് എ ഫൈറ്റ്. അതാണ് അത് തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ ഉള്ള ഒരു പോരാട്ടമായി മാറി നമ്മളുടെ ജീവിതം. ഈ പോരാട്ടത്തിൽ ദൈവത്തെ മുൻനിർത്തി നമുക്ക് പോരാടാൻ സാധിക്കണം. ആദിഭാവം വഴിയായി സ്വാതന്ത്ര്യത്തോടെ മനുഷ്യൻ ദൈവത്തെ സമീപിച്ചിരുന്നെങ്കിൽ ദൈവത്തെ പുറന്തള്ളിയ ഒരു അനുഭവമാണ് ആദിഭാവം വഴിയായി ഉണ്ടായത്. അതിലൂടെ പിശാചിന് വാതിൽ തുറന്നു കിട്ടി, ഒരു പഴുത് ലഭിക്കാനിടയായി. പഴുത് കിട്ടിയാൽ അവൻ പ്രവേശിക്കും. ആ പഴുത് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപവും അതിൻ്റെ അനന്തരഫലങ്ങളും മനുഷ്യന്റെ വ്യക്തിപരമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവനും വരുത്തിയിരിക്കുന്ന ആ ഒരു ദുർഭഗാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ പാപം എന്നുള്ളത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഉത്ഭവ പാപത്തിന്റെയും വ്യക്തിപരമായ പാപത്തിന്റെയും പരിണത ഫലമായി മനുഷ്യൻ അകപ്പെട്ട ദുർഭഗാവസ്ഥയിൽ നിന്ന് മോചനം നേടാനുള്ള പോരാട്ടത്തിലാണ് ഓരോ വിശ്വാസിയും. അതിന് എല്ലാ ആയുധങ്ങളും നാം ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യണം. സഭയായി നിന്നുകൊണ്ട് നാം യുദ്ധം ചെയ്യണം. കൃപാവരത്തിന്റെ ശക്തിയും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വലിയ പരിശ്രമവും കഠിനാധ്വാനവും ഈ യുദ്ധത്തിൽ വിജയം നേടാൻ ആവശ്യമാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സ്ഥാനം നാം കണ്ടെത്തേണ്ടത്. നമ്മളുടെ അടിസ്ഥാനപരമായ ചായ്വുകൾ, കഴിഞ്ഞ ദിവസം തന്നെ മൂലപാപങ്ങളെ പറ്റി നാം പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മെ സഹായിക്കും. ദൈവത്തെ സ്നേഹിക്കാനുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആ ഒരു കഴിവ് ക്ഷതപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തെ തള്ളിക്കളഞ്ഞ് സ്വന്തം സുഖത്തെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ മോചിപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അമ്മയുടെ സഹായം ആവശ്യമാണ്. അമ്മയുടെ മഹത്വം എന്താണ്? അമ്മ സാത്താനെ പുറന്തള്ളി ദൈവഹിതത്തെ തന്റെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അത് ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ സ്ഥിരതയോടെ അത് നിലനിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ദൈവത്തെ സർവസ്വമാക്കിയ മറിയത്തിന്റെ അത്ഭുതകരമായ സഹായവും സംരക്ഷണവും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ സഹായകമാകും. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിന് അടിക്കടി ഉണ്ടാകുന്ന രോഗത്തിന്റെ കാരണം കണ്ടെത്താനും ആ രോഗത്തെ അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശക്തി കണ്ടെത്തുന്നതിനും ഈ അമ്മയുടെ കരവലയം സഹായകമാവും. അമ്മയ്ക്ക് അതിനുള്ള മാർഗങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും നാം സമർപ്പിക്കണം. അവിടെ നമുക്ക് വിടുതലുണ്ട്. നമ്മളുടെ ദുർഭഗാവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ, നിരാശയുടെ ഈ കടുത്ത നിരാശയുടെ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ പരിശുദ്ധ അമ്മയുടെ സഹായം പ്രിയപ്പെട്ടവരെ നമുക്ക് തേടാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്ന്
ഈ ദുർഭകാവസ്ഥയുടെ ആഴം മനസ്സിലാക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധാത്മാവിന്റെ വലിയ വെളിച്ചം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗലോസിന്റെ നിലവിളി നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. ദൈവത്തിന്റെ വചനം ധ്യാന വിഷയമാക്കി ആ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ എല്ലാ ദുർഭകാവസ്ഥയിൽ നിന്നും പാപത്തിന്റെ എല്ലാ പരിണതഫലങ്ങളിൽ നിന്നും മോചനം നേടിയ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. അമ്മയുടെ മടിത്തട്ടിൽ നമ്മെ ഓരോരുത്തരെയും നമുക്ക് വരവേൽപ്പിക്കുകയും ചെയ്യാം. നമ്മളോടൊപ്പം ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന, ഒരുക്കത്തിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരുമുണ്ട്. അവരവർക്ക് അവരുടേതായ ബലഹീനതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ബലഹീനതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ മക്കൾ എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ഒരു ബന്ധനങ്ങൾക്ക് അടിപ്പെട്ട് പാവം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ഓർമ്മിക്കുമ്പോൾ. ആ ബന്ധനങ്ങൾക്കെല്ലാം അടിപ്പെട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്ന സഹജീവികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വിശുദ്ധീകരണത്തിന്റെ പോരാട്ടത്തിൽ, ഈ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാം. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ നാം ഓരോരുത്തരും കഴുകപ്പെടട്ടെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്താനുകരണം പുസ്തകം 2 അധ്യായം 10. ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി. നീ അധ്വാനത്തിനായി ജീവിച്ചിരിക്കെ എന്തിന് ആശ്വാസം അന്വേഷിക്കുന്നു? ആശ്വാസം തേടാതെ കുരിശു വഹിക്കാനും ഒരുങ്ങിക്കൊള്ളുക. ആശ്വാസവും ആത്മീയ ആനന്ദവും സദാ ലഭിക്കുമെങ്കിൽ അവ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ലൗകികർ വല്ലവരുമുണ്ടോ? ആത്മീയാശ്വാസങ്ങൾ സകല പ്രാപഞ്ചിക സന്തോഷങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. പ്രാപഞ്ചിക സന്തോഷങ്ങൾ വ്യർത്ഥമോ ലജ്ജാവഹമോ ആണ്. ആത്മീയ സന്തോഷങ്ങൾ സത്യസന്ധവും മധുരവുമാണ്. അവ പുണ്യങ്ങളിൽ നിന്നും ജന്മമെടുക്കുന്നതും ദൈവം തന്നെ നിർമ്മല ഹൃദയങ്ങളിൽ ചിന്തുന്നതുമാണ്. ഈ ദിവ്യാശ്വാസങ്ങൾ യാതൊരുത്തിനും യഥേഷ്ടം സദാ ആസ്വദിക്കാവുന്നതല്ല. പ്രലോഭനങ്ങൾ ദീർഘനാൾ ഒഴിഞ്ഞുമാറി നിൽക്കുകയില്ല. സ്വർഗീയ സന്ദർശനത്തിനുള്ള പ്രധാനമായ പ്രതിബന്ധം ആത്മാവിൻ്റെ തെറ്റായ സ്വാതന്ത്ര്യ പ്രവണതയും തന്നിൽ തന്നെയുമുള്ള അമിതമായ വിശ്വാസവുമാണ്. സ്വർഗീയ ആശ്വാസം നൽകുന്ന ദൈവം നന്മ ചെയ്യുന്നു. അവ ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണെന്നും നന്ദിപൂർവ്വം അംഗീകരിക്കാത്ത മനുഷ്യൻ ദുഷ്കർമ്മമാണ് ചെയ്യുന്നത്. ഇതിനാലാണ് അനുഗ്രഹവരങ്ങൾ നമ്മിലേക്ക് പ്രവഹിക്കുന്നത്. നാം അവയുടെ ദാതാവിനെ കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നില്ല. അവയുടെ കാരണഭൂതനെ ഓർമ്മിക്കുന്നതുമില്ല. യഥോചിതം നന്ദി പ്രകാശിപ്പിക്കുന്നവൻ ദൈവവരത്തിന് സദാ അർഹനാണ്. വിനയശാലികൾക്ക് കൊടുക്കാറുള്ളത് അഹങ്കാരികളിൽ നിന്ന് എടുത്തു കളയും. എന്നിൽ നിന്ന് അനുതാപം എടുത്തു കളയുന്ന ആശ്വാസങ്ങൾ എനിക്ക് വേണ്ട. അഹങ്കാരക്കാരിയായ ഉന്നത ധ്യാനവരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉന്നതമായ വരങ്ങളെല്ലാം വിശുദ്ധങ്ങളല്ല. മാധുര്യമുള്ളവയെല്ലാം നന്നായിരിക്കണമെന്നില്ല. എല്ലാ ആശകളും നിർമ്മലമല്ല. നമുക്കിഷ്ടമുള്ളവയെല്ലാം ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും വരികയില്ല.
എന്നാൽ എളിമയും ദൈവഭയവും എന്നെ തന്നെ ഉപേക്ഷിക്കാനുള്ള സന്നദ്ധതയും ഉളവാക്കാനുതകുന്ന ദൈവവരത്തെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. ദൈവം തൻ്റെ വരപ്രസാദം കൊടുത്ത് ഒരുത്തനെ പരിശീലിപ്പിക്കുന്നു. അത് നിഷേധിച്ചും അവനെ അഭ്യസിപ്പിക്കാറുമുണ്ട്. അങ്ങനെയുള്ളവൻ യാതൊരു നന്മയും തൻ്റേതാണെന്നും വിചാരിക്കുവാൻ ധൈര്യപ്പെടുകയില്ല. താൻ ദരിദ്രനും നിസ്സഹായനുമാണെന്നേ അയാൾ വിചാരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റേതു ദൈവത്തിന് കൊടുക്കുക, നിന്റേത് നീയും എടുത്തുകൊള്ളുക. അതായത് ദൈവവരപ്രസാദത്തിന് നന്ദി പറയുക. പാപവും പാപത്തിനുള്ള ശിക്ഷയുമല്ലാതെ മറ്റൊന്നും നിനക്കില്ലെന്നും ധരിച്ചുകൊള്ളുക. എപ്പോഴും താണസ്ഥലത്തിരിക്കുക, എന്നാൽ ഉയർന്ന സ്ഥാനം നിനക്ക് നൽകപ്പെടും. ഏറ്റവും ഉന്നതമായത് താഴ്ന്നതുകൂടാതെ നിലനിൽക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുമുൻപാകെ മഹാപുണ്യവാന്മാരായിരിക്കുന്നവർ സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരരായിരുന്നു. എത്ര കണ്ട് സ്ഥാനവലിപ്പം അവർക്കുണ്ടായിരുന്നുവോ അത്ര കണ്ട് എളിമയും അവർക്കുണ്ടായിരുന്നു. അവർ സത്യവും സ്വർഗീയ പ്രതാപം കൊണ്ട് സമ്പൂർണരായിരുന്നതിനാൽ വ്യർത്ഥ പ്രതാപങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ദൈവത്തിങ്കൽ അടിയുറപ്പിച്ച് നിന്നിരുന്നത് കൊണ്ട് അവർക്ക് അഹങ്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് ബോധ്യമുള്ളവർ പരസ്പരം ബഹുമാനം അന്വേഷിക്കുന്നില്ല. അവർ ദൈവത്തിൽ നിന്ന് മാത്രം സ്തുതി അന്വേഷിക്കുന്നു. തങ്ങളും പുണ്യവാന്മാരും ദൈവത്തെ സ്തുതിക്കണമെന്ന് അവർ ആശിക്കുന്നു. ലഘുവായ അനുഗ്രഹങ്ങൾക്ക് പോലും കൃതജ്ഞരായിരിക്കുക. എന്നാൽ അമൂല്യമായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നീ അർഹനായിത്തീരും. ഏറ്റവും ചെറിയത് നിനക്ക് എത്രയും വലുതുപോലെ ആയിരിക്കട്ടെ. എത്രയും ഹീനമായത് ഒരു മഹാദാനം പോലെയുമാകട്ടെ. ദാതാവിൻ്റെ മഹത്വം പരിഗണിച്ചാൽ ഒരു ദാനവും തുച്ഛമോ നിസ്സാരമോ ആയി തോന്നുകയില്ല. അത്യുന്നതനായ ദൈവം തരുന്ന ദാനം നിസ്സാരമാകുമോ? അവിടുന്ന് പ്രഹരങ്ങളോ മറ്റ് ശിക്ഷകളോ നൽകിയാലും നീ നന്ദിയുള്ളവനായിരിക്കണം. ദൈവം തിരുമനസ്സാകുന്നവയെല്ലാം നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് തരുന്നതാണ്. ദൈവവരപ്രസാദം നഷ്ടപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയട്ടെ. അനുഗ്രഹങ്ങൾ പിൻവലിക്കുമ്പോൾ അക്ഷമനാകാതിരിക്കുകയും ചെയ്യട്ടെ. പ്രസാദവരം വീണ്ടും തരാൻ അയാൾ പ്രാർത്ഥിക്കണം. അത് നഷ്ടപ്പെടാതിരിക്കാൻ അയാൾ എളിമയും സൂക്ഷ്മവും ഉള്ളവനായിരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ബലഹീനതയിൽ എന്നെ സഹായിക്കുന്നവനെ, പാപത്തിലേക്കുള്ള എൻ്റെ ചായ്വിലേക്കും എൻ്റെ എല്ലാ ദുഷ്പ്രവണതകളിലേക്കും അങ്ങ് എഴുന്നള്ളി വരണമേ. എൻ്റെ ദുർഭകാവസ്ഥയിൽ നിന്ന് കുരിശിൽ മരിച്ചുയർത്ത യേശുവിന് എന്നെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്ഭവ പാപം മൂലവും വ്യക്തിപരമായ പാപങ്ങൾ മൂലവുമുള്ള എൻ്റെ ദുർഭകാവസ്ഥയെപ്പറ്റിയുള്ള യാഥാർത്ഥ്യ ബോധം അങ്ങയോട് ചേർന്നു നിൽക്കാനും പരിശുദ്ധ അമ്മയുടെ സഹായം തേടാനും എന്നെ ഉത്തേജിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിലൂടെ എന്നിൽ പ്രവർത്തിക്കണമേ. ദൈവമാതാവിൻ്റെ മാതൃസഹജമായ മാധ്യസ്ഥത്തിന് തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്ന് സർവ്വതും നേടിത്തരാനാകും എന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എനിക്ക് തുണയായിരിക്കണമേ. ആമീൻ. പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, പാപം നൽകുന്ന എല്ലാ നിരാശയിൽ നിന്നും, ദുർഭഗമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും അവിടുത്തെ തിരുരക്തത്താലും അവിടുത്തെ വചനത്തിന്റെ കൃപയാലും വിമോചിതരായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഗണങ്ങളുടെ പ്രത്യേകമായ കാവലും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.